അപ്പോൾ നമ്മൾ വിർച്വൽ ലാബിൽ കുറച്ചധികം എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു. പക്ഷെ അതിൽ ചില സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ചില ആ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സ് ഏകദേശം +1 +2 ലെവലിലുണ്ട്. പക്ഷെ നമ്മൾ ഡിഗ്രിക്കും യൂസ് ചെയ്യുന്ന ചില എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് ഓൺലൈൻ ലാബ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ, അത് അമൃത വിശ്വവിദ്യാപീഠം ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അത് സ്കൂൾസിനാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഡിഗ്രി ലെവൽ യൂസ് ചെയ്യും, കോംപ്ലിമെൻ്ററി ലെവലിൽ കോർ ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റ്സ് അതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൽ ഫിസിക്സ് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്, ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് എ ഗാലനോമീറ്റർ, ഇതൊക്കെ നമ്മൾ ഡിഗ്രിയിൽ ചെയ്യുന്നതാണ്. കൺവേർഷൻ ഉണ്ട്, AC സോണോമീറ്റർ, അതുപോലെ മീറ്റർ ബ്രിഡ്ജ് ഒന്നുമില്ല, ഇതൊക്കെ നിങ്ങൾ +2ൽ ചെയ്യുന്നതാണ്. ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അത് നിങ്ങൾ ഡിഗ്രിയിൽ ചെയ്യുന്നതാണ്. സെനർ, അതുപോലെ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ട്. അതുപോലെ +1ൽ നിങ്ങൾക്ക് സർഫസ് ടെൻഷനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സർഫസ് ടെൻഷൻ, അതുപോലെ തന്നെ വിസ്കോസിറ്റി. ഇപ്പോൾ സർഫസ് ടെൻഷൻ എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സർഫസ് ടെൻഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ പാർട്ടിൽ അതിൻ്റെ തിയറി ഉണ്ട്. ഈ ഓൺലൈൻ ലാബിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആപ്പ് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ, OLab എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോണിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രൊസീജിയർ ഇതിനകത്തുണ്ട്. അതിൻ്റെ ആനിമേഷൻ ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. അത് പ്ലേ ചെയ്ത് നോക്കാം. ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ സിമുലേറ്റർ ചെയ്യാം, എക്സ്പെരിമെൻ്റൽ പാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സൊല്യൂഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാട്ടർ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻവയോൺമെൻറ്റ് എർത്ത് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ടെമ്പറേച്ചർ ഏകദേശം റൂം ടെമ്പറേച്ചർ 25 ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ 30 ഓക്കെ. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലാബിൽ ചെയ്യുമ്പം റേഡിയസ് മെഷർ ചെയ്യാണ് കാപ്പിലറി ട്യൂബിൻ്റെ. ഇവിടെ നമുക്കത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. 1 or 2 എത്രയാണെന്ന് വെച്ചാൽ 1.5 1 to 2 millimeter ഇടയിലുള്ള ട്യൂബിൻ്റെ ഡയമീറ്റർ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ 1 millimeter ചൂസ് ചെയ്തു. അപ്പോൾ ഈ വുഡൻ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. വുഡൻ സ്റ്റാൻഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ പിന്നെ നമ്മൾ ഇതിൻ്റെ സർഫസിനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനനുസരിച്ച് ഈ റിട്ടോർഡ് സ്റ്റാൻഡും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിൽ ഇനീഷ്യൽ പൊസിഷനിൽ വെച്ചു. ഇനി നമുക്ക് ഈ മൈക്രോസ്കോപ്പ് ൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ഭാഗത്താണ് ഇത് വരുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ പാർട്ടിലൊക്കെ എത്തുമ്പോൾ ഇമേജ് ഏകദേശം കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് ഫോക്കസ് ചെയ്യാം. കണ്ടില്ലേ? ഫോക്കസ് ചെയ്യുമ്പോൾ ഈ മെനിസ്കസ് കണ്ടു. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഡിങ് എടുക്കാം. റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ പാർട്ടൊന്ന് ഫോക്കസ് ചെയ്യാം മൈക്രോസ്കോപ്പിൻ്റെ. അപ്പോൾ ഇത് +2 ലെവലൊക്കെ ആയതുകൊണ്ട് അവരെല്ലാതൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. 6.25 6.335 0.05 തന്നെയാണ് മൈക്രോസ്കോപ്പിൻ്റെ. അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 0യുടെ നേരെ 6.25 ആണ് വരുന്നത്. 6.25 6.3യുടെ ഇടയിലാണ്. അപ്പോൾ നമ്മൾ മിനിമം റീഡിങ് എടുക്കുക. ഇനി ഈ വെർനിയറിൽ നമുക്കറിയാം ഒന്ന് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നു 5 ഉള്ള വെർനിയറാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് മൊബൈൽ ഫോണിൽ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ VSR എടുക്കുക, ടോട്ടൽ റീഡിങ് എടുക്കുക. അതിനുശേഷം നമുക്കിവിടെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിലും ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇടാം. റിമൂവ് ബീക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ദി മൈക്രോസ്കോപ്പ് പിൻ കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെ റീഡിങ്ങും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും.
അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ക്യാപ്പിലറി റൈസ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഹൈറ്റ് ഓഫ് ദി വുഡൻ സ്റ്റാൻഡ് ഇൻക്രീസ് ചെയ്ത് ബീക്കർ ഇൻസേർട്ട് ചെയ്യുക. ബീക്കർ ഇൻസേർട്ട് ചെയ്ത ശേഷം ഹൈറ്റ് ഓഫ് ദി വുഡൻ സ്റ്റാൻഡ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ റിട്ടോർട്ട് സ്റ്റാൻഡും നമ്മൾ ജസ്റ്റ് സർഫസിനെ ടച്ച് ചെയ്യണം അല്ലേ. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി സർഫസിലാണോ എന്ന്. റിട്ടോർട്ട് സ്റ്റാൻഡ് ജസ്റ്റ് ഇതാ ഓക്കെ വയ്ക്കുക. എന്നിട്ട് എഗെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, ഫോക്കസും ചെയ്യുക. അപ്പോൾ നമുക്ക് എഗെയിൻ അതിൻ്റെ മിനിസ്കസ് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഹൊറിസോണ്ടൽ ക്രോസ് ഫയറിൽ പോയിന്റ് സൈഡ് ചെയ്യിക്കുക, റീഡിങ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബീക്കർ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ പോയിന്ററിന് ടിപ്പും ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ക്യാപ്പിലറി റൈസ്. അപ്പോൾ ഡിഫറൻസ് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റേഡിയസ് നമ്മൾ 1 ചെയ്തു, അതുപോലെ തന്നെ 1.5 ഡിഫറെൻറ്റ് റേഡിയസിനും ഇത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ലാബിലാകുമ്പോൾ റേഡിയസ് നമ്മൾ മെഷർ ചെയ്യണം, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഉള്ള ഡിഫറൻസ്. ലാബിലാകുമ്പോൾ റേഡിയസ് മെഷർ ചെയ്യുന്ന പാർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ചെയ്യുന്നതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അവിടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ OLab എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ.